അസ്സലാമു അലൈക്കും. എച്ച് സപ്പോർട്ട് ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായനിയന്ത്രിത ഉള്ളടക്കം അഥവാ ഏജ് റിസ്ട്രിക്റ്റഡ് കണ്ടന്റ്. എന്താണ് പ്രായനിയന്ത്രണം? നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ ചില വീഡിയോകൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഈ വീഡിയോ പ്രായപരിധി ഉള്ളടക്കം ആയതിനാൽ കാണാൻ സാധ്യമല്ല എന്നൊരു അറിയിപ്പ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ പ്രായനിയന്ത്രണം? ലളിതമായി പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത ചില ഉള്ളടക്കങ്ങൾ യൂട്യൂബ് സ്വയം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണിത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിലെ പ്രധാന ലക്ഷ്യം. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഉള്ളടക്കമാണ് സാധാരണയായി പ്രായനിയന്ത്രണത്തിന് കീഴിൽ വരുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും അഡൽട്ട് തീമുകൾ, ലൈംഗികപരമായ ഉള്ളടക്കങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ ചിത്രീകരിക്കുന്നവ. അക്രമാസക്തമായ ഉള്ളടക്കം, രക്തച്ചൊരിച്ചിൽ, ഭീകരമായ ദൃശ്യങ്ങൾ, അക്രമം പ്രോത്സാഹിപ്പിക്കുന്നവ. അപകടകരമായ കൃത്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗം, സ്വയം ദ്രോഹം ചെയ്യാനുള്ള പ്രോത്സാഹനം. അസഭ്യമായ ഭാഷ, അമിതമായ തെറിവാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സംഭാഷണങ്ങൾ. നിയന്ത്രിത ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം, പുകയില, മദ്യം, ആയുധങ്ങൾ എന്നിവയുടെ ചിത്രീകരണമോ പ്രോത്സാഹനമോ. യൂട്യൂബ് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. 1. കുട്ടികളെ ഹാനികരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. 2. ഓരോ രാജ്യത്തെയും നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുക. കുട്ടികളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. പ്രായനിയന്ത്രണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു വീഡിയോ പ്രായനിയന്ത്രിതമാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കുന്നവർക്ക് 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടെന്ന് ഉറപ്പാക്കാൻ യൂട്യൂബ് ആവശ്യപ്പെടും. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പ്രായം സ്ഥിരീകരിക്കാൻ മറ്റു വഴികളും ഉണ്ടാകാം. ഉള്ളടക്ക നിയമങ്ങൾ ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു വീഡിയോ പ്രായനിയന്ത്രണത്തിലുള്ള മാനദണ്ഡങ്ങൾ ലംഘിക്കുകയും എന്നാൽ ക്രിയേറ്റർ അത് രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ യൂട്യൂബ് ആ വീഡിയോ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ സ്വയം പ്രായനിയന്ത്രണം ഏർപ്പെടുത്താനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയെയും വിശ്വാസ്യതയെയും പ്രതികൂലമായി ബാധിക്കാം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുട്ടികൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. യൂട്യൂബ് കിഡ്സ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക വഴി കുട്ടികൾക്ക് അനുയോജ്യമായ ഉള്ളടക്കം മാത്രം കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലെ പാരൻ്റൽ കൺട്രോൾസ് ഉപയോഗിച്ച് കുട്ടികളുടെ യൂട്യൂബ് ഉപയോഗം നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകും. യൂട്യൂബിലെ പ്രായനിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൻ്റെ ഔദ്യോഗിക സഹായ പേജുകൾ സന്ദർശിക്കാവുന്നതാണ്. അവയിൽ വിശദമായ വിവരങ്ങൾ ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.